ഒക്കെ ഉണ്ടാലോ. ഹായ് ഫ്രണ്ട്സ്, ഡി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പം ഇന്ന് ഗൈസ് വലിയ പെരുന്നാളാണ്. അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മുടെ വീട്ടിൽ അല്ല ഗൈസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പെരുന്നാളിന് അങ്ങോട്ട് പോണത്. ഇന്നത്തെ പെരുന്നാൾ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവാൻ നിൽക്കാണ്. ഐ മീൻ ഞാൻ മാത്രമേ ഇവിടെ റെഡി ആയിട്ടുള്ളൂ. അപ്പൊ ഞാനാണ് ഫസ്റ്റ് അങ്ങോട്ട് പോണത്. ബാക്കി ആരും ഇവിടെ റെഡി ആയിട്ടില്ല. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പച്ചേരുള്ളില് പാമ്പോ? അമ്മേ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. എവിടെ പാമ്പനെയാണോ ഇഷ്ടല്ല പാമ്പിനെ കാണുന്നത്? ഒരു പുള്ളിക്കുട്ടി കൊണ്ടുണ്ട്. എന്താ ചെതല? ചെതൽ. ഫ്രണ്ട്സ്, അപ്പം ഇന്നലെ പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഗൈസ് ഞാൻ മൈലാഞ്ചി ഇട്ടു. ഇന്നലത്തെ വീഡിയോയിലുണ്ട് കേട്ടോ മൈലാഞ്ചി. ഇവിടെ എനിക്ക് ഫ്രണ്ട് ഇട്ട് തന്നതാണ്. അപ്പം ഇന്ന് അവിടെയാണ് ഫ്രണ്ട്സ് പെരുന്നാള്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പെരുന്നാളിന് പോണത് ഗൈസ്. സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ, ആരും വിളിക്കാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് പെരുന്നാൾ ആഘോഷിക്കല്. അപ്പം നമുക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ. ഫുഡൊക്കെ ഓണം ആയിരിക്കും. ഓക്കെ, എന്നാ പോയാലോ. അപ്പൊ ആദിമോൻ ഇവിടെ ഉണ്ട്. അപ്പൊ ആദിമോനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവന് ഡ്രസ്സൊക്കെ മാറ്റി വേണം പോവാന്. അപ്പൊ ദേവ് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പിന്നെ പുറകെ പോവും. ഓക്കെ, പോവാം. ഇതെന്താ ദേവു? ചക്ക അമ്മമ്മക്ക് കൊടുക്കാന്. ഓക്കെ ഗൈസ്, അപ്പം വണ്ടി ഓടിച്ചോണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. പിന്നെ ഇത് വാങ്ങിക്കണ്ടേ, ബലൂണ്? ഞങ്ങള് വരുമ്പോ എങ്ങനെയാ? നീ പോകുമ്പോ മേടിച്ചോണ്ട് പോ അതിമാമന്റെ കടയിൽ കേട്ടോ. പറ്റിൽ എഴുതിയാ മതി ഗൈസ്. അപ്പൊ ഞാൻ ആദിമോനെ വീട്ടിലാക്കി മുന്നേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ചക്ക കൊണ്ടുവെക്കാണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പം മുന്നേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഗൈസ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ മുന്നേൻ്റെ വീട്ടിലെത്തി. അപ്പം ഇവരൊക്കെ കുളിച്ച് റെഡി ആയി നിൽക്കുന്നുണ്ടാവും. ഗൈസ് ഞാൻ എന്തോ കഴിക്കാൻ പോവുകയാണ്. ഇല്ല ഗൈസ്. അപ്പം ഞങ്ങൾ മുന്നേൻ്റെ വീട്ടിലെത്തി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവള് റെഡി ആയി മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പൊ എടുക്കരുത് പറഞ്ഞു. ഞാൻ രണ്ടുപേരും ചൊറക്കായിട്ടുണ്ട്. അതുണ്ട് കേട്ടോ. മുന്നേ പഴം നിന്നോണ്ടിരിക്കാണ്. അതും റെഡി ചെയ്താ നിക്കണ്. ഉമ്മ റെഡി ആയിക്കൊണ്ടിരിക്കണ്. മൈലാഞ്ചോട്ടെ ഓളന്നെ ഇട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതും ഓളിട്ടാണ്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഓളിട്ട് കൊടുത്തതാണ്. കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടി ഗൈസ്. ഇവിടെ സ്പെഷ്യൽസ് ഉണ്ട്, ഡെസേർട്സ് ഒരുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ടൈറ്റ് ഇടാം. ഇത് പുഡിങ് കേട്ടോ ഫ്രണ്ട്സ്. അടച്ചാ പുഡിങ്. ഇതൊരു സലാഡല്ലല്ലോ. ഇതെന്ത് സലാഡാ? അല്ല, ഇത് സലാഡ്. ഇതോ പപ്പടമുണ്ട്. പിന്നെ ബിരിയാണി, അതെ ദമ്മിട്ട് വെച്ചിരിക്കണേ. ഇവിടെ പായസം ഉണ്ട്. പായസം ഗൈസ്. മെയിൻ പ്ലസ് കുറച്ച് കൂടിപ്പോയി. അപ്പം ഞാൻ ദിയമോളെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് വീട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് ദിയമോളെ ഇവിടെ ആക്കിയിട്ട് ആദിമോനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. ഞാൻ മുന്നേ കേട്ടോ പോണത്. എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പം അത്രയും നേരം പോകുമ്പോഴൊക്കെ ബോറടിക്കാൻ പാടില്ല ഇന്ന്. അപ്പോൾ ഞാൻ മുന്നേ കൊണ്ടുപോകാനുള്ള ഫുഡൊന്നും അറിയില്ല. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ദിയമോളെ കൊണ്ടുവരട്ടെ. ഓളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് ആദിമോനെ കൊണ്ടുപോകാൻ പോകണം. അപ്പം മുന്നേ ആദിമോനെ കൊണ്ടുപോകാൻ പോകുമ്പോഴാണ് ഉള്ളത് പറഞ്ഞത് കേട്ടോ. ചൂട്. അപ്പം ശരി, കമോൺ. അത് ഇതെന്താ തലയിൽ കൂടെയൊക്കെ തട്ടോ? ഓ, ഉള്ളിക്ക് തീരെ കാണുന്നില്ല കേട്ടോ.
അമ്മയോട് പറഞ്ഞതാണ് ചാലിട്ടുണ്ടോ ഗൈസ്. അപ്പം ദിയമോൾ അവിടെ ആക്കി. നമുക്ക് ആദ്യമോൻ ഗൈസ്. ആദിമോൻ ആദി ഹായ് പറ. ആദിമോൻ ഇവിടെ ആക്കിട്ടോ ഗൈസ്. ഞങ്ങൾ അങ്ങാടി കൂടെ ശബ്ദം കുറച്ച് കൂടി പോയില്ലേ. നമ്മൾ ഇങ്ങനെ വന്നൂലേ. യോ ഫസ്റ്റ് എക്സ്പീരിയൻസ് കാളികാവ് റോഡ്. നേരെ കാളിയൊക്കെ വിട്ടാലോ. അതിന് മാത്രമല്ല ചാർജ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മള് പോയില്ലേ. അതെ 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 അതെ. ഗായ്സ്, ഞങ്ങള് ഒരു വഴി എത്തിയാൽ മുന്നേക്ക് അറിയില്ല. പക്ഷെ ഞാൻ എന്നും സ്കൂളിൽ കൂടെ പണ്ട് ഇത് കൂടെ പോയിക്കൊണ്ടിരുന്നത്. മുന്നേക്ക് അറിയൂ ഈ വഴി. അറിയില്ല അറിയില്ല. ഇമ്മ ഇവിടത്തെ നമുക്ക് മനസ്സിലായില്ലേ. മനസ്സിലായില്ല. ആ വഴി അറിയോ? ആ വളവ് എത്തി എത്തി. ഗൈസ്, ഞങ്ങൾ അങ്ങാടി കൂടെ ജസ്റ്റ് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് പറയാനോ. എനിക്ക് അങ്ങാടി കൂടെ ഒന്ന് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ സാധിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടി എനിക്ക് ബാക്കിൽ നിന്നും. അപ്പോൾ അങ്ങനെ വന്നതാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ബലൂൺ കിട്ടാൻ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. പൈസ അല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. അഭിമാമൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾ പറ്റി എഴുതി വെച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മറ്റെന്താണ് വാട്ടർ ബലൂൺ മാത്രമേ ഉള്ളൂ, മറ്റേ ബലൂണില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അല്ലേ. ഞങ്ങൾ അങ്ങാടി പോയിട്ട് ബലൂൺ കട ഞങ്ങൾ കണ്ടു. അപ്പോഴാണ് അത് ആ പൈസ അല്ലല്ലോ നമ്മളെ കയ്യിൽ പറഞ്ഞ് ഞങ്ങളതേ മറ്റേ തിരിച്ചു പോന്നു ഗൈസ്. പകലുകൾ തീരാതെ പാടവാ കണ്ണാടി പുഴയിലെ പൂത്തിരകൾ നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോയിടാം. രാവിലെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോയിടാം. സെൽഫ് ഇൻട്രൊഡ്യൂസ്. ഹൈഫ ഹൈഫ സ്ഥലപ്പേരാണോ എൻ്റെ പേരാണോ? ഹൈഫ. പിന്നെ പിന്നെന്താ, എത്രയിലാ പഠിക്കണേ? ഇവിടെ അടുത്തുള്ള സ്കൂളാണ്. ഒന്നുമില്ല. ഞാനാരാ? ഹലോ, ഫുഡ് കഴിക്കാനായി. എല്ലാരും ഫുഡ് കഴിക്കാൻ വരൂ. ഓരണ്ടാത്താണ് നിക്ക കാണാൻ എന്തൊരു ചേല്. ആകെ ടാൻ അടിച്ചു നമ്മൾ. ഓ വാവ്, സബ്ബാഷായിണ്ട്. ഇതെന്താപ്പോ? അത് കാട ഫ്രൈ. ചെല്ലിട്ടേ കഴിക്കുള്ളൂ. ഗൈസ്, അപ്പം ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, അമ്മയും കഴിച്ചു കഴിഞ്ഞു, ബാക്കി ആരും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. മുന്നേ ഇവിടെ തുടങ്ങണുള്ളൂ, തൊട്ടിട്ടില്ല അവള്.
ഞാനങ്ങനെ വീട്ടിൽ എത്തിയിരിക്കുന്നു തിരിച്ച്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അമ്മയും ദിയമോളൊക്കെ നേരത്തെ പോന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പൊ ഞങ്ങളെല്ലാരും പോയി ഫോട്ടോ കുറേ പേരുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല രസമായിരുന്നു ഫ്രണ്ട്സ്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ ഞങ്ങൾ എന്നിട്ട് വീഡിയോയുടെ കാര്യമേ മറന്നുപോയി. ഞങ്ങൾ എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുത്തപ്പോൾ അമ്മേനെ ഞാൻ വിളിച്ചു പഴയ വരണോ ചോദിച്ചിട്ട്. കാരണം നല്ല രസമായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു വരണം പറഞ്ഞപ്പോ ഞാൻ പോന്നു ഗൈസ്. അപ്പം ആദിമോനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ദിയമോള് ബിരിയാണി ഒക്കെ കഴിച്ച് വന്ന് ക്ഷീണിച്ച് കിടക്കാണ്. പിന്നെന്താ ആദിമോനും ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ട് ആദിമോന് ചെറുതായിട്ട്. ഫ്രണ്ട്സ്, ഇനി ഞങ്ങള് ഇവിടുന്ന് ആദിമോന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആദിമോന്റെ അച്ഛനെ സിനിമയ്ക്ക് പോകണ്ട്. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട് ഇനി ഞങ്ങൾ ആദിമോന്റെ വീട്ടിൽ അടിച്ചു പൊളിക്കും കേട്ടോ. എന്താ ഇതില് ഞങ്ങളിവിടെ ഒരു കുളം ഉണ്ടാക്കി. വലിയ കുളാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കുളിക്കുന്നില്ല, എത്ര കുളിക്കുന്നില്ല. പിന്നെ വെള്ളം നിറയ്ക്കാൻ കപ്പ് വേണം. ഞങ്ങൾക്ക് കുറച്ച് കപ്പില്ല. ഇതെന്താ കുളിക്കാനുണ്ടാക്കിയ കുളാണോ? അല്ല, കളിക്കാനൊക്കെ കാലി നിൽക്കാൻ നനയ്ക്കാനുള്ള കുളം. അതെയോ, ശരി. ഇവിടെ ഒരു ഷീറ്റ് വെക്കണം. ഫിഷ് ടാങ്ക് ആണ് ഉദ്ദേശിക്കണേ അല്ലേ? ഷീറ്റ് ഇങ്ങനെ വെക്കണം. ഷീറ്റ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ എന്താ കളിക്കണം. അല്ലെങ്കിൽ അതിന്റെ ഉള്ളില് കൊറേ ഷീറ്റ് വേണം. ഷീറ്റ് ഇല്ല, ഇത് പറിച്ചിട്ടാ മതി. ഐഡിയ. അത് ഒരു ഷീറ്റ് ഒരു ഷീറ്റ് ഉണ്ടെങ്കിലും വലുതായിരിക്കും ചിലപ്പോ. അത് ചെടി കുഴിച്ചിടാൻ വാങ്ങിച്ച കവറാണ്. ഇതിന്റെ ഉള്ളിൽ ഓളം ഉണ്ടാക്കാലോ. എന്നിട്ട് അവിടെ കുത്തി വെച്ചാൽ മതി. ഇതിനുള്ളിൽ ഓട്ടുണ്ട്. എന്ത് അവിടെ മുള്ളുണ്ടോ? ഇതാ ഞങ്ങളിട്ട മീൻ. വൈറ്റ് കളർ ഉണ്ടോ? അത് ഉണ്ടോ? അതാണ് മുള്ള്. മീൻ എവിടുന്ന കിട്ടിയേ? അത് ചത്തു. എവിടുന്ന? ഞങ്ങളുടെ ഇവരുടെ ഒരു ബൗളില്, അക്വേറിയത്തിലോ? അക്വേറിയത്തില് 3 മീനുണ്ടായിരുന്നു. 2 കുഞ്ഞു മീനും ഒരു വലിയ മീനും. 2 കുഞ്ഞു മീനും ചത്തു. നല്ല രസമുണ്ടല്ലോ സൂര്യൻ അവിടെ അസ്തമിച്ച് വരുന്ന അല്ലേ? ഉന്നോടിയും ചായയും കഴിക്കുന്ന. എനിക്ക് ഇങ്ങനത്തെ ക്ലിയർ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ്, ചേച്ചി പുറത്ത് പോയിട്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. ഞങ്ങള് ജ്യൂസ് കടയിലാണ്. ജ്യൂസ് കടയിലാണ്. ഞാൻ സാൻഡ്വിച്ച് ആണ് പറഞ്ഞത്. ഞാൻ ഷവർമ്മയാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, എന്റെ ഷവർമ്മ എടുത്ത് ഗായ്സ്. അപ്പം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് എന്താ പറയാ, ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ് ഗൈസ്. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് സിനിമയ്ക്ക് പോകാന്. അപ്പം നമ്മൾ 4 പേര് മാത്രമല്ല, മാമി, അഭിമാമനും ആദിമോനും അമ്മമ്മയുണ്ട്. അവർ ആ കാറിലാണ് ഗൈസ് പോണത്. നമ്മൾ ആസിഫ് അലിന്റെ സിനിമയ്ക്കാണ് കേട്ടോ പോണത്. ആഭ്യന്തര കുറ്റവാളി. അപ്പൊ അതിനാണ് പോണത്. ഞങ്ങൾ ഫസ്റ്റ് മിന്നൽവള നരിവേട്ടയ്ക്ക് പോകാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നിലമ്പൂരേ ഉള്ളൂ, ഇവിടെ അല്ല. അപ്പം ഇവിടെ ഉള്ളത് ആകെ ഈ സിനിമ മാത്രമേ ഉള്ളൂ. പിന്നെ ചോട്ടാ മുംബൈയുമാണ് റീ റിലീസ്. അപ്പം ഞങ്ങൾ ഇതിനാണ് സിനിമയ്ക്ക് വരണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണ്. എല്ലാരും പോയാലും ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാലും കുഴപ്പമില്ല. അവർക്ക് സിനിമയ്ക്ക് വരാൻ ഇഷ്ടമല്ല ഗൈസ്, താല്പര്യമില്ല ഗൈസ്. ഏത് സ്ക്രീനിന്നൊന്നും അറിയില്ല. ചോട്ടാ മുംബൈ ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ട്, സ്ഥിരം കാണുന്നയാളാണ്. നമ്മള് സിനിമ കണ്ടു കഴിഞ്ഞു. എന്താ, ഞാൻ കുറച്ചേരം ഉറങ്ങിയതുകൊണ്ട് എനിക്ക്
കഥ കൂടുതൽ മനസ്സിലായിട്ട് വിചാരിച്ച സിനിമ ആയിരുന്നില്ല. അതെ ആയിരുന്നില്ല. ദേവ് കുറ്റാന്വേഷണാണെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈദ് വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പം ആ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമുക്ക് പുതിയൊരു വീഡിയോ വന്നായിരിക്കും. അപ്പം എല്ലാവർക്കും